ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് മഴയത്താണ് ഗായ്സ് നമ്മൾ മോസ്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അമ്മ ആണോ മറ്റേ അപ്പൊ നമ്മൾ ഇന്ന് കാര്യമായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നിനല്ല നമ്മൾ ഗായ്സ് ഇന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹായ് മഴ പെയ്ത പുതുമണ്ണിന്റെ മണം നല്ല പുതുമണ്ണ് നമുക്ക് ഇഷ്ടമാണ് തിന്നാൻ തോന്നുന്നു. പുതുമണ്ണ് മുയലിറങ്ങും. അപ്പൊ മഴ ഇങ്ങനെ പെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പെയ്യുമ്പം നല്ല മണ്ണിന്റെ മണമുണ്ട്. എങ്ങനെ അതെങ്ങനെ ഉണ്ടാവുന്നേ? മണ്ണിലേക്ക് ഉണങ്ങി അതന്നെ ഉണങ്ങിയിരിക്കുമല്ലേ അപ്പം അപ്പൊ മണ്ണ് ശരി അമ്മ പറ. ഹലോ പുതുമണ്ണിന്റെ കാര്യം പറയും ഇന്ത്യൻ നനഞ്ഞു കിടക്കുമ്പോ മഴ പെയ്യുന്നു. മഴ പെയ്യുന്നു. അപ്പം മഴ പെയ്യുമ്പോഴേക്കും നല്ല മണം വരും. ആ മണ്ണ് അങ്ങ് നനഞ്ഞു കഴിയുമ്പോഴേ എന്നിട്ട് നല്ല അപ്പൊ പുതുമണ്ണ് തിന്നാന് എന്താ പറയാ പാമ്പും അതേപോലെ മുയലൊക്കെ ഇറങ്ങും എന്നൊക്കെ പറയുന്ന കേട്ടോ. പഴമക്കാർ പറയുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് തിന്നാൻ തോന്നും. ഞാൻ തിന്നും മണം. അങ്ങനെ എനിക്ക് വേറെ ഒന്നല്ല, വീട്ടില് നമ്മുടെ ഈ പല്ല് ധരിച്ചിട്ട് ഈ കട്ടേന്റെ മണം ഇല്ലേ, പച്ചക്കട്ടേന്റെ മണം വന്നിട്ട് ഞാൻ ആ കട്ട എന്താക്കി കടിച്ചു കടിച്ച് തിന്നു കഴിച്ചു. എനിക്ക് കൊതിയായിട്ട്. അവരിക്കോ ഇഷ്ടമാണോ പുതുമണ്ണ്? ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസം. കുറെ തിന്നിട്ടുണ്ടല്ലേ, ക്രിമിയോടിയുണ്ട്. തള്ളേ കാലിത് തീരണില്ലേ? ഇവിടെ മമ്മേന്റെ ചരട് കഴിഞ്ഞിട്ട് പോയി അത് ശരിയായി കൊടുക്കാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പോകുന്ന വേറെ ഒന്നിനല്ല, നമ്മളിന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗായ്സ് പോകുന്നത്. ത്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ അന്ന് പോയിട്ട് ഞങ്ങൾ ശശി ചെയ്തല്ലേ, ബർത്ത്ഡേന് നമ്മൾ പോയിട്ട് ശശി ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ ഗായ്സ്. അപ്പൊ എന്റെ ലുക്ക് ഇന്നത്തെ എന്റെ ലുക്ക് കാണും നിങ്ങൾക്ക്. ഇവിടെ എല്ലാം വാവാറ്റേന്റെ കേസ്, എനിക്കൊന്നും ഇല്ലാതാണ് വാവാറ്റ പറഞ്ഞോണ്ട് വരുന്നത്. അല്ല ടോപ്പ് വാവാറ്റ ഇടില്ലല്ലോ, അപ്പൊ എനിക്കല്ലേ തൊപ്പി അത് ഞങ്ങളുണ്ട്. വാവാറ്റെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ആണ്. അപ്പൊ എന്റെ ബർത്ത്ഡേ ജീൻസ് ആണ് വെളിച്ചം കാണൽ. ഇങ്ങോട്ട് ഇത് അഴിച്ചിട്ട് ഞാൻ വരാം. മഴ കാണിക്കും അപ്പോഴേക്കും എന്നിട്ട് ഈ മടിയനെ കണ്ടോ എനിക്ക് വയ്യ ഗൈസ് പിടിക്കുക. അതിനാണ് മടി എന്ന് പറയാം. കണ്ടോ ഹായ് നോക്ക്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ പോയി വന്നത് മുടി 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 ചപ്പയാവേ മമ്മേന്റെ कुछ ठंडा पी लो यही बरेलो कुल्फी खा लो बहुत खा चुके पान खा लो बहुत खा चुके बहुत खा चुके बहुत खा चुके बहुत खा ജവാന ഒറ്റയടിക്ക് കഴിച്ചു പോയി. പോടാ അരെ പുറത്തേക്ക് കഴിക്കുന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ ഗൈസ്, നിങ്ങളുണ്ട് എന്റെ കയ്യിലേറ്റ് കളി. ഇതാണ് സ്പൈഡർമാൻ കടിച്ച് സ്പൈഡി ആയി പോയോ. ബസ് ാണല്ലോ ഓടിക്കുന്ന വണ്ടി. നമ്മളോട് പറഞ്ഞില്ലേ ബസ്സിൽ നിന്ന് വേഗം ഇറങ്ങി പോവാൻ, അവരാണ് വണ്ടി ഓടിക്കുന്നത്. ഗായ്സ് നോക്ക്, 6 ചേരുള്ള കാര്യം നമ്മളുള്ള പോലെ പറയണ്ടേ അല്ലേ. ഞങ്ങള് ബസ് ഇറങ്ങാൻ നിൽക്കോട്ടോ. ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ഈ ഓടിക്കുന്ന ആള് കണ്ടക്ടർ ആയിരുന്നു. ഓടുണ്ട് പറയാ വേഗം വേഗം ഇവിടെ നിന്ന് ഇരിക്കുകയല്ല, വേഗം ഇറങ്ങി. അപ്പൊ ഞങ്ങൾ എന്താക്കി ഒന്നും കൂടി അങ്ങ് സ്ലോ ആക്കി. അങ്ങനെയാണ് നമ്മൾ പണി കൊടുക്കട്ടെ. അപ്പൊ ഗായ്സ് today's my outfit, you guys like it or dislike it? മഴത്തുള്ളി വീടൽ ഇൻ യുവർ ഔട്ട്ഫിറ്റ്. അത് ഡിസൈൻ ആണ്. അപ്പൊ എന്റെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ജീൻസ് ഇഷ്ടപ്പെട്ട ഗായ്സ് കമന്റ് ചെയ്യാൻ മറക്കല്. ഓക്കെ എന്താ പ്രശ്നം? എങ്ങനെയുണ്ട് ഗായ്സ്? അടിപൊളി. ലേസ് അഴിയുകയും ചെയ്തു. ലേസ് കഴിഞ്ഞു. ലേസ് കഴിഞ്ഞാല് നമ്മള് ലേസിന് എങ്ങനെ വലിക്കണം. മിസ് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഓട്ടം. റെഡി ഗായ്സ്, ഇപ്പൊ നമ്മള് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് അലയാൻ പോവാണ്. മഴ നിന്നു കേട്ടോ. ഞങ്ങളടുത്ത് മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നു. മഴക്കാലം പക്ഷെ തോന്നുന്നില്ലല്ലേ അമ്മേ? ബസ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ, ബസ് അവിടെ നിർത്തിയിട്ടേക്കോളെ. അപ്പൊ നമ്മളപ്പോ പോവുള്ള നിങ്ങൾ മൂന്നും ജീൻസ് അല്ലേ, ഞാൻ മാത്രം എന്റെ സ്വന്തം. അപ്പൊ ഇന്ത്യൻ മമ്മ വന്നിട്ടുണ്ടേ. ഹലോ ഇന്ത്യൻ മം.
അപ്പൊ ഞാൻ നോക്കാം എന്റെ അമ്മേനെ കൂടെയാണ്. അത് ഞങ്ങളുടെ 2-3 എടുക്കുമ്പോ ആംഗിളൊക്കെ എടുക്കണം. അപ്പൊ ഞങ്ങളിന്ന് മോസ്റ്റ് ആയിട്ട് അലയാൻ പോവാണ് അല്ലേ അമ്മ? മഴ പോയി ഞാൻ അയ്യോ കൊട എടുക്കാൻ എടാ കുഞ്ഞാറ്റ നമുക്ക് വേഗം പോയി ഇരിക്കാടാ. ഞാൻ ചെയ്യുന്നില്ല, എനിക്കറിയില്ല സ്റ്റെപ്സ്, എനിക്കറിയില്ല. ഓക്കെ അപ്പൊ ഞാൻ കളിച്ചു കണ്ടിട്ടുണ്ട്. മുമ്പിൽ നിന്ന് എടുക്കണ്ടായിരുന്നു, അല്ലേ നമ്മൾ കളിക്കുന്നതാണുള്ളൂ. വയറ് കത്തുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് അല്ലെന്നറിയോ, നമ്മള് പുറത്തുനിന്ന് നമ്മള് ഫുഡ് കഴിക്കില്ല കഴിച്ചേ നമ്മള്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കും. മകൻ പറഞ്ഞാൽ ദുർവാസാവും നമ്മള് വിശന്നിട്ട് അല്ലേ ചേ. അന്യോന്റെ ദേഷ്യം തീർക്കും. ലാസ്റ്റ് പറയും സോറി വിശന്നിട്ടാ അല്ലേ, വിശപ്പ് സഹിക്കാൻ വരാന്ന് പറയും. അങ്ങനെ നമ്മളിത് മോസ്റ്റ് ആയിട്ട് ബസ്സിന്റെ അടുത്തേക്ക് നടന്നു പോവാണ് അല്ലേ മമ്മേ? അല്ല ബസ് കൂലി ഉണ്ടോ? എനിക്കറിയാം, അതല്ലേ എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു വണ്ടിക്കൂലി ഉണ്ടോ വണ്ടിക്കൂലി ഉണ്ടോ. ബസ് പൈസ ഇല്ല. ഗൂഗിൾ പേ 200 രൂപ മതിയോ? ഞാൻ വീട്ടിൽ ഇതൊക്കെ ചോദിക്കുന്നു. ഞാൻ ഓർത്ത ഓട്ടോക്കൂലിയാണല്ലേ ഓർത്ത പൊട്ട. ഇല്ലടാ പച്ചയാ. അപ്പൊ ദേ നമുക്ക് ബസ്സിന്റെ അടുത്തേക്ക് നടക്കാട്ടോ. ദേ ബസ് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സുൽത്താൻ ബത്തേരിക്ക് ബസ് ഉണ്ട് അല്ലേ അമ്മ? എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മള് ബത്തേരിക്ക് പോകുന്ന ഈ വഴിക്കാണ്, കോളരീന്റെ വഴിക്ക് നമ്മൾ പോകില്ല. ഒന്നാമത്തെ കാര്യം അവിടെ ഉള്ളവരുടെ ഓട്ടം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ബസ് വേഗം വരുകയും ചെയ്യും. നമുക്ക് വേഗം ചാടി ഇരുന്ന് പോവുകയും ചെയ്യാം അല്ലേ അമ്മ? തിരക്കും ഉണ്ടാവില്ല. ബത്തേരിക്കാണ് തന്നെ. പിന്നെ ഒരു 5 rupees എക്സ്ട്രാ ഉണ്ട് അല്ലേ? ഒരു 5 രൂപ എക്സ്ട്രാ ഉണ്ട്. ദൂരം 1.5 മണിക്കൂറൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മുടെ ഗായ്സ് എല്ലാവരും ബാക്കി നിൽക്ക്. നമ്മുടെ മാർബേസിൽ ഹലോ പ്ലീസ് തിരിയ പ്ലീസ്. ഹലോ തിരിയണം. നമ്മളിപ്പോൾ നമ്മുടെ മാർബേസിൽ ബസ്സിന്റെ അടുത്താണ് ഗായ്സ് നിൽക്കുന്നത്. അപ്പൊ ഇത് വേറൊരു ബസ് അതിന്റെ അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് ഏത് ബസ്സാണ് വരുന്നത് നോക്കാട്ടോ. ഏതൊരു ബസ് വരുന്നുണ്ട്. പക്ക വീട് എടുക്കുക. അടുത്തൊരു പുത്തൻ പുതിയ ബസ് അല്ല, ജോസാപ്പി പൊത്തൻ പോയതല്ല, ഞാൻ പഠിക്കുമ്പോ തൊട്ടുള്ള എന്റെ അമ്മോ. ഇന്ത്യക്കാ മമഹേ ഷോയിലാണ് പൗലീസ് പോകുന്നുണ്ട്. 2 ബസ് കൂടി വ്യൂ എടുക്കണം. ഓ വാവ്, ബസ്സാണ് കഴിച്ചാ കാണുന്നത്. ജോസാപ്പ. ഞാൻ ജോസാപ്പ. ഞാൻ ഇടയ്ക്ക് തിരിച്ചു വരുമ്പോ വരാം. അതെ അല്ലേ? കണ്ടോ ഗൈസ്, പാപ്പശ്ശേരി, ബത്തേരി, വൈപ്പത്തൂര്, കക്കടം, വാകേരി, കല്ലൂര്. ശരി, കല്ലൂർ കുന്ന്. ഓ ഈ വഴിയൊക്കെ ഇതാക്കിയിട്ടാണ് ഗൈസ് നമ്മള് പോകുന്നത്. പാപ്പളശ്ശേരിയോ? അതെന്നാ പാപ്പള? പാപ്പള എന്നാന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കപ്പളശ്ശേരി അല്ല, കപ്പളങ്ങാശ്ശേരി അല്ലേ അമ്മ? ആ അപ്പൊ നമ്മുടെ ബസ്സിന്റെ എവിടെയാണ് നമ്മൾ ഇരിക്കണ്ടേ? എനിക്ക് ഇങ്ങനെ ചാരി ഇരിക്കുന്ന ബസ്. ഓ അമ്മ ദേ വജ്രം തന്നു കഴിച്ചു എനിക്ക്. ഓ പിന്നെ അത് കൈസ് കണ്ടോ ചോദിക്കണം. കൈസ് എനിക്കൊരു മുക്കൂത്തില്ല, പുതിയ മുക്കൂത്തി എടുക്കും. എന്റെ ദൈവം അതൊക്കെ ഇപ്പൊ പുതിയ മൂക്കുത്തിയോ? ഇവിടെ കണ്ടോ ചിലരൊക്കെ ഉണ്ട് എപ്പോഴും അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് വലിയ ആളാവാൻ ശ്രമിക്കുന്നവരാണ്. അയ്യോടാ എന്റെ സിബിഴിഞ്ഞു പിടിച്ച്. അത് ജസ്റ്റ് വെറുതെ വന്നതാ. ഏയ് താഴേക്ക് മുകളിലേക്ക് ശരിക്കും വെച്ചിട്ട് അത് മുകളിലേക്ക് ആക്കി വെക്കും അമ്മ. ഇതുണ്ടോ ഇങ്ങനെയാണ് സിബിൾ ഇട്ടിട്ടുള്ളത് അല്ലേ? ഇവിടെ ചിലരൊക്കെ സിബിടാൻ പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴെല്ലാം കണ്ടത് ഭാഗ്യം. അത് വന്നാണ് ഇന്നാ ചെയ്തേ ജീൻസ്. ATM പൈസ എടുത്തിട്ടാണോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നോട്. പൊട്ടിപ്പൊട്ടിരിക്കാതെ നമുക്കെല്ലാം അറിയുള്ളൂ. പേടിക്കണ്ട, ഉള്ളെല്ലാം ഉണ്ട്. അതന്നെ, ഉള്ളില് 10 ഡ്രസ് ഒരുമിച്ച്. ഹലോ പ്ലേസ്. അതല്ല അമ്മ കൊടയുടെ മറന്നപ്പോ അങ്ങനെ ശരിയാക്കും. തിരിച്ച് ബസ്സിലേക്ക് വിടില്ലേ നമ്മള്? ഇങ്ങനത്തെ അമ്പർലാ കൂടെ ഞങ്ങളുടെയാണ് കേട്ടോ. അതാ ശരിയാണ്. എന്താ അപ്പൊ ഗായ്സ്, അപ്പൊ അതെ നമ്മളപ്പോ മോസ്റ്റ് ആയിട്ടൊന്ന് പോവാ. കുഞ്ഞാച്ചിയാണിത്. വാട്ടർ കണ്ണ് എടുക്കടാ. വെള്ളം ആ ബക്കറ്റിലുണ്ട്. ഗായ്സ് അപ്പൊ നമ്മൾ ഓൺ ദ വേ പോവാണ്. സോ ഗായ്സ് ലെറ്റ്സ് ഗോ. അപ്പൊ അത് കണ്ടോ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ മറന്നു പോയത്.
കണ്ടോ എന്റെ പിരികത്തിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ഇതെന്താലേ കാട്. ഡയാന ശരിക്കും കാട്ടിലായി. എന്റെ പിന്നെ ത്രെഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒരേപോലെ, പക്ഷെ ത്രെഡ് ചെയ്യാതിരിക്കില്ല. ഇല്ല അമ്മ, അത് പറ്റില്ല അമ്മ. നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോ ഞാൻ ത്രെഡ് ചെയ്യാൻ എന്ത് പറ്റാ? നിങ്ങളൊക്കെ എന്താ വെറുതെ പിടിക്കാൻ പറിച്ചതാക്കി പോലെ എപ്പോഴും എന്തിനാണ് ഈ ക്യാമറയിൽ നിന്റെ അണ്ണാക്ക് തുറന്ന് ഈ ക്യാമറ ഓണാണ്, മനസ്സിലായോ? ഇത് വെറുതെ കളിപ്പാട്ടല്ല, മനസ്സിലായോ? കളിപ്പാട്ടം നിർത്ത് കൊച്ചു അറിയുന്നുണ്ട് കുറച്ച് നാളായിട്ട്. ഇതെന്താ അടിക്ക് പിരിക ഇല്ല അമ്മ, ത്രെഡ് ചെയ്ത് നീയൊക്കെ നീങ്ങും മോനെ. നോക്കട്ടെ. ഓ മമ്മയ്ക്ക് മോസ്റ്റ് എന്നെ പോലെ തന്നെ അല്ലേ അമ്മ? എന്റെ നോക്കാം, എന്റെ കാണിക്കാമേ. എന്റെ കണ്ടോ ഗൈസ്, കാടല്ലേ മോസ്റ്റ് കാട്. മോസ്റ്റ് കാടാണ് കേട്ടോ. ഇനിയിപ്പൊ ഈ മോസ്റ്റ് കാട് നമുക്ക് എന്താക്കണം? ത്രെഡ് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് ആയിട്ട് നേരെ ബാറ്ററിയിലേക്ക് സ്ഥലം. നിന്റെ എന്താ കാണാനുള്ളത്? നിന്റെ നമ്മള് കണ്ടതല്ലേ? എന്റെ പിരികം ഇല്ല. ഇപ്പൊ അങ്ങനെ ത്രെഡ് ചെയ്യാനില്ല. അയ്യോ എന്നാ ഞാൻ അവനെ ആക്കാറുന്നല്ലോ. അമ്മ പറഞ്ഞായിരുന്നു, ഞാൻ പറയില്ലേ കുട്ടിമണിനെ ആ മഴ പെയ്യോന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. കുട്ടിമണില്ലോ നോക്കിക്കേ, മോസ്റ്റ് മഴ. നമ്മള് ബസ് കയറി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ എന്തോരം മഴ. ആവേശാവോ? അയ്യോ അമ്മ, എന്റെ ജീൻസ് എന്റെ ഷൂ ഒക്കെ പുതിയതാ. മഴയത്ത് ഇറക്കി കഴിഞ്ഞാൽ നനഞ്ഞ് ചെളിയാകും. എന്ത് ചെയ്യും മാറ്റി? അവസ്ഥയാവുമോ? ചെയ്യുന്നുണ്ടോ എന്നാ പേര് മഴ നോക്കി. അമ്പാ ഭയങ്കര മഴയാണ് കേട്ടോ ഗൈസ് പെയ്യുന്നതുണ്ടോ? മോസ്റ്റ് മഴ. എന്റെ ദൈവമേ അവസ്ഥ കഴിച്ച്. മഴ ഇത്രയും പെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർത്തിട്ടുണ്ടോ? വെള്ളം ഒഴുകുന്നുണ്ടോ? ഞാൻ ഓർത്ത് ഈ ഗ്ലാസ് അഴിച്ചിട്ടാളോന്ന്. എനിക്കാണ് നല്ല ആവി എടുക്കുന്നുണ്ട് അമ്മ, ഭയങ്കരമായിട്ട് ആവി എടുക്കുക. ഗ്ലാസ് അഴിച്ചാലോ ഞാൻ ഓർത്തിട്ടുണ്ട്. ഗ്ലാസ് അഴിച്ചാലും നമ്മൾ കഴിഞ്ഞേരം അപ്പോഴേക്കും ഭയങ്കര മഴ പെയ്തു. പക്ഷെ ഉള്ളിലേക്ക് തണുപ്പല്ലേ, അല്ല ചൂടല്ലേ. ബസ്സിൽ ആരും ഇല്ല കേട്ടോ. ഞാൻ പറയില്ലേ ബസ്സിൽ ആരും ഉണ്ടാവില്ല. ഇനി ആൾക്കാരൊക്കെ വരുന്നുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ആരും ഇപ്പോൾ ഉണ്ടാവൂല അല്ലേ അമ്മ? ഇല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ്. അതെ. എന്താ ഹലോ ഹലോ ഹലോ, ഈ ഞരമ്പം കൈ ഒന്ന് മാറ്റണം വാവാറ്റ കേട്ടോ. ഞരമ്പ് ഇപ്പൊ വാവാറ്റയ്ക്ക് ഇച്ചിരി അധികം. അയ്യോ ആ കൈ അങ്ങ് വെട്ടിയിടേ അപ്പൊ പ്യാസം. അയ്യോ നല്ല മഴ. ഇന്ന് മുമ്പ് പച്ച ഉണ്ട് പറിക്കണം എന്റെ സ്കൂളിന്റെ അടുത്തുനിന്ന്. ഞാൻ പൊട്ടിച്ചോട്ടെ ഇന്ന്. എക്യുപ്മെന്റ്സ് എടുത്തോ? മമ്മേ ഒരു കാര്യം ഞാൻ പറയട്ടെ. മമ്മേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ഒരു കാര്യം ചെയ്യില്ലേ? ഞാൻ പറഞ്ഞേ ഈ ഡ്രസ്സ് ഇട്ട് ഒരു കാര്യം ഞാൻ ചെയ്യില്ല. എന്റെ ഷൂ തന്നെ എന്റെ ടോപ്പും എനിക്ക് ചെളിയാവും എന്റെ മേത്തൊക്കെ. ഒരു പുതിയ ഡ്രസ്സാണോ? ഞാൻ അത്രമേൽ എന്റെ ഡ്രസ്സൊക്കെ കെയർ ചെയ്യുന്നുണ്ടോ? ഹാ പറഞ്ഞേക്കാം. ഹലോ ഇന്ത്യൻ എന്താ പറയുന്നത്? ഇന്ത്യൻ എന്താ പറയുന്നത്? അയ്യോ അമ്മയെ പാടാക്കി അവിടെ. ഗായ്സ് അപ്പൊ നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വൈബ് അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്നെ കൂടി മേടിക്കും. ഫുള്ള് വളവും തിരിവാണ് നമ്മുടെ ഈ വഴി മുഴുവനും. കുഞ്ഞു വഴി, നമ്മുടെ എത്ര ഉള്ള റോഡ് തന്നെയാണ്. നമ്മുടെ അതിൻ്റെ അവിടുത്തെ പോലത്തെ നമ്മുടെ അവിടെ ഉള്ള റോഡിന്റെ അത്ര വീതിയുള്ള ഈ റോഡിന് ഇത്ര കുഞ്ഞു റോഡിൽ കൂടിയാണ് ഗൈസ് ബസ് പോകുന്നത് അല്ലേ? നമ്മുടെ കയ്യിൽ അവിടെ ബസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര കുഞ്ഞു റോഡൊന്നും ഇല്ലടാ. അത്ര കുഞ്ഞു റോഡല്ല. അത്ര കുഞ്ഞു റോഡല്ലല്ലോ. ഹലോ നമ്മൾ മോസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗൈസ് ബസ്സിൽ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. നമ്മുടെ സുൽത്താൻ ബത്തേരിലേക്ക് പോവാം. ഇവിടെ കണ്ട ഗൈസ്, ഇവിടെ അടിപൊളി ഒരു അരുവിയൊക്കെ ഉണ്ട് കണ്ടോ. ഹായ് ഗൈസ് കണ്ടോ, അടിപൊളിയല്ലേ? ഇവിടേക്ക് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ കുറേ ഓർത്തിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. നമ്മുടെ വാഗേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു മുകളിലൂടെ ഒരു അമ്പലമുണ്ട്. ഏതാ ചേനപ്പല്ലിയോ? മൂടപ്പല്ലും വരാം. ആ ഇവിടെ മുകളിൽ അവിടെ വാവാറ്റ പ്രോഗ്രാമിന് എന്നിട്ട് ഓർക്കുന്നുണ്ടോ? മാജിക് മാൻ വന്നിട്ട് മാജിക് ചെയ്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് മിഠായി പറിക്കി നോക്കുന്നുണ്ടോ? എന്നെ വിളിച്ചു ഗൈസ്, ഞാൻ ചെന്നു. എന്നിട്ട് സ്റ്റേജ് നിറച്ച് മിഠായി ഇട്ടു. മിഠായി വർക്കില്ല. അടുത്ത പ്രോഗ്രാമിന് സമയം ഇത് ഇതിലെ അമ്പലത്തിലേക്ക് പോവാം. ഇവിടെ കണ്ടോ ചെറിയ പുഴയൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് മിഠായി പെറുക്കലോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ മിഠായി 1 രൂപ. എൻ്റെ നമ്മുടെ
നാരങ്ങ മിഠായിയാണോ മാംഗോ മിഠായി പച്ചയും മഞ്ഞയും കളറുള്ള കവറിൽ ഓർക്കുന്നുണ്ടോ? ജീരകല്ല, മാംഗോ മിഠായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളിങ്ങനെ വയലും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ള് എന്താ പറയുക നല്ലൊരു പ്രകൃതി രമണീയ. വയനാട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ള് പ്രകൃതി രമണീയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓണത്തിന് ഇവിടെയാണ് പർച്ചേസിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നേ. പറയാമല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലമൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളാണ്. മറ്റേ ഇവിടെ വലിയൊരു വളവുണ്ടല്ലേ അമ്മേ, വാഗേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കഴിച്ചിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ടൗൺ ആണ്. ഇവിടെ അവിടെ വന്നിട്ട് നമ്മൾ കലാജാഥ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മേ? ഈ ലേ മമ്മേ ലേ മമ്മേ ലേ വാവാറ്റെ ലേ വാവാറ്റെ ലേ പങ്കാതി പറയുന്നത് പറഞ്ഞ് ശീലമായി പോയി. ലേ മമ്മേ അതെ ലേ പങ്കാന്നാണ് ശരിക്കും ചെയ്യുന്നത്. അത് വിളിച്ചും പറഞ്ഞ് എനിക്ക് ശീലമായി പോയി. ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ആവർത്തന വിരസത ലേ മമ്മേ എനിക്ക് വിശ്വാസം കുറവായതുകൊണ്ടാണ് പറഞ്ഞത്. അതൊന്നുമല്ല, എന്റെ ദൈവമേ ചിലര് ബസ്സിൽ കയറി അങ്ങനെ തന്നെ അമ്മേന്റെ മുടി പറിച്ചെടുത്തോണ്ട് സ്ഥലമില്ല മമ്മേ. അതുപോലെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ വേഗം കൊണ്ട് ഇടി മോന്തയ്ക്ക്. പിന്നെ കയറി ഇരിക്കല്ലേ, മടി കയറി ഇരിക്കും. അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ മുടി പിടിച്ച് വലിച്ചില്ലേ തോന്നുന്നു. പ്രത്യേകിച്ച് കോഴിക്കോടേക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് മുടി പൊടിച്ചെടുത്തോ. ഒരു അവസ്ഥ നമുക്കൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയല്ലേ, വലിയ സിറ്റുവേഷനാണ്. ഒന്നും പറയണ്ട, പറഞ്ഞ കാലത്ത് തന്നെ മുറിഞ്ഞ് പോയി കഴിച്ചു. അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഫുൾ എസ്റ്റേറ്റ് ആണ് കേട്ടോ. കാപ്പിത്തോട്ടത്തിന്റെ എസ്റ്റേറ്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഏലത്തോട്ടത്തിന്റെ എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് കാപ്പിത്തോട്ടാണ് കേട്ടോ. കാപ്പിത്തോട്ടം ഇതിനൊക്കിടയ്ക്കാണ് കടുവ വന്നിട്ട് ഒരു ചേട്ടനെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു. വാഗേരി എവിടെയായിരുന്നു ചേട്ടന്റെ വീട്? മൂടപ്പലിയല്ലേടാ? ആണോ? ഇവിടെ ആയിരുന്നു വാഗേരി. ഇവിടെ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു കേട്ടോ. ഓർക്കുന്നില്ല? അമ്പലത്തിന്റെ അങ്ങോട്ടാണോ? നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ എന്നും ഇതിലെ പോവാറുണ്ട്. ദൈവമേ എന്നും. എന്നിട്ട് ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ കാപ്പിത്തോട്ടത്തിൽ നമ്മൾ മഴവില്ല്, മയില്, മാന്, മുയല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കാട്ടിൽ നിന്ന് കാണും. സെഞ്ചുറിയിൽ പഠിച്ചിട്ട് പറ്റും. സ്കൂൾ ബസ് ഈ വഴിയിൽ നിന്നും പോകുന്നത് രാവിലെ വൈകുന്നേരവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കഴിച്ചേ. ഞാനത് കാണിച്ചത്. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ കാണിക്കണം നോക്കും. പക്ഷെ ഒരിക്കലും എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ മറന്നു. അപ്പൊ ഇത് കറക്റ്റ് നമുക്ക് പറ്റിയ സിറ്റുവേഷൻ ആണ്. ശരിക്കും കാണിച്ചാൽ കഴിച്ചേ കണ്ടോ വെളുത്ത കളർ കാണാമെന്നറിയില്ല. അടിപൊളി ഞാൻ മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. സത്യം നല്ല വിട്ടെടുത്താണ് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു വലിയല്ല തേക്കും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ടോ നല്ല രസം. ഇവിടെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അല്ലേ അമ്മ നല്ല രസം. നോക്കി കാടേരിയയിലൂടെ നല്ല ഇരുട്ടൊക്കെ ഉണ്ട് അല്ലേ. മോസ്റ്റാണ് ഇതുണ്ടോ. ഇനി കുറച്ചപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ ഏലത്തോട്ട് കാണാൻ പറ്റുന്നത്. വയനാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഏലം അല്ലേ അമ്മ? മോസ്റ്റായിട്ട് നമ്മുടെ തേയില, ഏലം, കാപ്പി മോസ്റ്റാണ് കാപ്പി. പിന്നെ കുരുമുളക് ഉണ്ട്, കുരുമുളക് തോട്ടമുണ്ട്. റബ്ബർ തോട്ടം ഉണ്ട്, പക്ഷെ റബ്ബർ തോട്ടം കുറവാണ്. അങ്ങനെ അങ്ങോട്ടില്ല. മോസ്റ്റ് ആയിട്ടുള്ള കാപ്പി, തേയില, ഏലമൊക്കെയാണ് കഴിച്ചത്. അപ്പം നമുക്കിനി ഇവിടെ റബ്ബർ തോട്ടമുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റബ്ബർ തോട്ടമുണ്ട്. ചെറിയ റബ്ബർ തോട്ടമാണേ. കാണിക്കാം. എത്താനാവുന്നുള്ളൂ കേട്ടോ. ഇവിടെ രണ്ടുപേരും വെച്ച് നോക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, റബ്ബർ തോട്ടാണ്. ചെറിയ റബ്ബർ തോട്ടം. ഇത് നോക്കി നടത്തുന്നുണ്ടോ തോന്നുന്നു. ഉണ്ട്. അതിന്റെ പാലിതേ വന്നിട്ടുണ്ട്. കാണുന്നുണ്ട്. ഇവിടെ താഴെയുണ്ട് റബ്ബർ തോട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു റബ്ബർ തോട്ടം. നമ്മൾ മോസ്റ്റായിട്ട് ഏലത്തോട്ട് കാണിക്കാൻ പോകുന്നത്. ഇവിടെ റബ്ബറും ഏലവും കൂടിയാണല്ലോ. ഞാനിപ്പോഴാണ് കാണുന്നത്. ഇതുണ്ട് ഇവിടെ മുഴുവൻ റബ്ബറാണ്. റബ്ബർ ഇല്ലാന്ന് കണ്ടപ്പോൾ ഇവിടെ നിറച്ച് റബ്ബറിന്റെ മേളാണ് കേട്ടോ. റബ്ബർ തോട്ടാണ് മുഴുവനും. ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏലത്തോട്ടാണ്. ഇത് ഏലം ഉണ്ട്, അതുപോലെ തന്നെ ഇത് കുരുമുളകും. ഇതൊക്കെ ഏലത്തോപ്പാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഏലത്തിന് ബൗണ്ടറി ആയിട്ട് കെട്ടിയിരിക്കുന്നത് ഏലത്തിന്റെ കാപ്പീന്റെ എസ്റ്റേറ്റ് ബൗണ്ടറി ആയിട്ട് കെട്ടിയിരിക്കുന്നത് ഇതാണ്. ഇത് മരുന്നടിച്ച മണാണോ? അയ്യോ ഭയങ്കര മരുന്നടിച്ച സ്മെല്ല്. ലിമിറ്റിന്റെ മണം പോലുണ്ട്. ആ പട്ടിക്കുഞ്ഞ് മരിച്ചപ്പോ ഈ മണല്ലായിരുന്നോ? അപ്പൊ അതുങ്ങൾക്ക് ഇതാണോ കൊടുത്തേ? എന്റെ കാഴ്ചയെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പട്ടിക്കുഞ്ഞും നിങ്ങളെ വിഷമിച്ചു വന്ന കാര്യം. അവര് ചത്ത സമയത്ത് അവർ വൊമിറ്റ് ചെയ്തതിന് ഈ സ്മെല്ലായിരുന്നു. അവരുടെ വയറിന്ന് പോയിട്ടുണ്ട്. അത് അതിനൊക്കെ ഈ സ്മെല്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിന്റെ മണം. എനിക്ക് തലവേദന എടുക്കുന്നതിന്റെ മണം തന്നെ വന്നിട്ട്. അത് എന്റെ ബർത്ത്ഡേനെ ഓർത്ത് നോക്കും.
തെറ്റ് ചെയ്യാത്തവരെയും അതുപോലെ സത്യം ചെയ്യുന്നവരെ ശിക്ഷിക്കാനാണല്ലോ എല്ലാവരും ഉള്ളത്. അങ്ങനെ ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ കാട് മേട് അത് തന്നെ സംഭവം. കാട് ഫുൾ കാടാണ്, വയനാട് ഫുൾ കാടാണ്. തണുപ്പ് കാറ്റ്, മഴ നിന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം ഗായ്സ്. അപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ ബസ് ഡ്രൈവറായിരുന്നു, ഇപ്പോൾ ബസ് കണ്ടക്ടറായി നിൽക്കുവാണ്. നമ്മുടെ സ്വന്തം ടീംസാണ് കേട്ടോ. നമ്മൾ ഒരു സെക്കൻഡ് പോലും തരാറുണ്ട്. ഹായ് ഗായ്സ്. നമ്മളൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ സംസാരിച്ച് നമ്മളെ കൊല്ലുന്ന ടീംസാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ ബോറടിപ്പിക്കില്ല ഗായ്സ്, രക്ഷയില്ല. പിന്നെ എന്താ പറയാ, കുറേ നാൾക്ക് ശേഷം നമ്മളിപ്പോൾ ബത്തേരിക്ക് വരുന്നതല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്സാണ് കിട്ടുന്നത്. ഈ ബസ്സിന് ടൈമുണ്ട്. അതെ, രാവിലെ 10:30 അല്ലേ? 11:30 ബസ്. ഇനിയിപ്പോൾ അടുത്തൊരു മഴയും കൂടി പെയ്യുമോയെന്നറിയില്ല. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ നമുക്കുണ്ട്. ഇപ്പോൾ കോൺട്രയിൽ പോവാം. ഗായ്സ്, നമ്മളങ്ങനെ ത്രെഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇതേ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി നമ്മുടെ ബസ് ഇതേ മോസ്റ്റായിട്ട് പോയി. നമുക്ക് നടക്കാം. നമ്മൾ ഇറങ്ങിയത് ഐശ്വര്യ, മഴ പെയ്തു. എനിക്കും നല്ല ഉറക്കം തന്നെ. ഓ, ഇനിയിപ്പോൾ ത്രെഡ് ചെയ്ത് സൂപ്പറാക്കാം ഗൈസ്. ഓ സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് മനുഷ്യൻ പകുതി ഡെഡാവും. നടപൊട്ടന്മാർ 2 വരുന്നുണ്ട്. ഷൂ അഴിക്കൽ അവസ്ഥയാണ് ഗായ്സ്. അപ്പോൾ എന്തായാലും എൻ്റെ ത്രെഡ് ചെയ്തിട്ടുള്ള ലുക്ക് മോസ്റ്റായിട്ട്, അമ്മേ എൻ്റെ കണ്ണിൽ ഈ പിരികത്തിൻ്റെ പീലി പോയെന്ന് തോന്നുന്നു. മോസ്റ്റായിട്ട് എനിക്കിഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐബ്രോ പെൻസിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് എഴുതായിരുന്നു. എന്തായാലും മോസ്റ്റായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗായ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കില്ല. അപ്പോൾ മുഖത്തൊരു കാടങ്ങോട്ട് ശരിക്കും പോയൊരു ഫീല് തോന്നുന്നുണ്ട്. നമ്മുടെ പാവാറ്റ് ഇതാ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചപ്പടിത്തലയും കൊണ്ട് ചപ്പടിത്തല പാവാറ്റിനെ മോസ്റ്റായിട്ടുണ്ട്. ഇപ്പം അങ്ങമ്മ നോക്കട്ടെ അവിടെ നോക്കട്ടെ. അപ്പം അങ്ങനെ പിന്നെ ത്രെഡ് ചെയ്തതിലേക്ക് സെയിം ലുക്കാണ് അല്ലേ അമ്മേ? അല്ലേ, ഒന്ന് ഷേപ്പായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി നേരെ പോവാണ് ഗൈസ്. അപ്പം അങ്ങനെ മൂക്കൂത്തി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ മൂക്കൂത്തി അഴിച്ചു വെച്ചിട്ട് വന്നേക്കുമായിരുന്നു. കൊച്ചിൻ്റെ ഒരു വെറൈറ്റി ന്യൂസ് പിൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വന്ന ഷോപ്പില്ല, അവിടെ തന്നെയാണ്. അപ്പം നമ്മളിനി മോസ്റ്റായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? പോവല്ലേ, മോസ്റ്റായിട്ട് നമ്മളിനി പോവാണ്. വലിയ രസമൊന്നുമില്ലല്ലോ മറ്റേ, ഇത്ര പോരാ. അപ്പോൾ ഗായ്സ്, നമുക്കപ്പോൾ അങ്ങനെ പോവല്ലേ? അതെയോ? അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ പോവാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചിട്ട്, അല്ല നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത് മമ്മേ? അതാ കുട മറന്നു വെച്ച് ഗായ്സ്. അന്നൊന്ന് മറന്നു വെച്ചിട്ട് എനിക്കാ വഴക്ക് മുഴുവൻ കേട്ടത്. എൻ്റെ കൂടെ നടക്കണ്ടത്. നെക്സ്റ്റ് എങ്ങോട്ടാ ഇനി പോകുന്നത് അമ്മേ? നെക്സ്റ്റ് എങ്ങോട്ടാ പോകാൻ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട്? ATM എവിടെയാ? അതെ, ATM അവിടെയല്ലായിരുന്നോ? അവിടെ വന്നിട്ട് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. ബെസ്റ്റ്. നമുക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്യാം. നമുക്കിന്നൊരു കാര്യം ചെയ്യാം. അവിടേക്ക് പോകുന്ന വഴിക്ക് ATM ഉണ്ടെന്നാ തോന്നുന്നത്. എന്തായാലേ ഞാവൽപ്പഴം 50 rupees. കൊടുക്ക് പിടി. ഞാവൽമരം വരെ വീട്ടിലുണ്ടായിരുന്നതാണ്. അവരൊക്കെ വന്ന് വെട്ടിച്ചിട്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പറിച്ച് തിന്നായിരുന്നു അല്ലേ ബാബാച്ചി? എടുക്കായിരുന്നു. അതന്നെ, പറിച്ച് അവസ്ഥ. നല്ല റെഡ് കളർ ഗൈസ്. അത് പിടിച്ചിരുന്നു. ആ സേഫ് ആക്കി വെക്കണേ, അല്ലേ വീട്ടിൽ ഞാവൽ ജ്യൂസ് ആയി പോകും. ഞാൻ പറയലുമല്ല, നമ്മ ചോദിക്കലും കഴിച്ചു. വേഗത്തിനുള്ളിട്ട് ചമ്മന്തിയാക്കോടാ. കണ്ടോ ഗൈസ്, കണ്ടോ? അറിയത്തില്ല ഞാവൽ ജ്യൂസ് ആവോന്ന്. ഇതിലേക്കാണ് പോകുന്നത്. നേരെ പോയപ്പോഴേ അയ്യോ, കുടയില്ലാതെ പറ്റില്ല. പ്രീമിയം, അതെ സൂപ്പർ ഫാസ്റ്റ്.
പ്രിയദർശിനിയല്ലല്ലോ. അല്ല, ഈ ഓർഡിനറി ബസ്സില്ലേ അതാണ് അധികം പ്രിയദർശിനി. ജോർജ് ബാബു ഒക്കെ എന്താ എല്ലാവരും തട്ടിയിടാൻ വേണ്ടി വരുക. ഇതേപോലെ നടക്കാൻ പറക്കേണ്ട വരും. അത് തന്നെ. പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞില്ല. ഇല്ല, അതൊക്കെ പറയണ്ടേ ഗൈസ്. നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത്. പഴയ ബസ് സ്റ്റാൻഡ്, അതായത് പഴയത് ചെറുതായിട്ട് മിനി കൊച്ചി ആവാറുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ അന്ന് വന്ന റൂട്ടില്ല, ആ റൂട്ടിൽ എത്തിക്കുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നടക്കണം. അതാണ് അവസ്ഥ അല്ലേ. ഇന്ന് ഓരോ ഷോപ്സ് ഒന്നും തുറന്നിട്ടൊന്നുമില്ല അധികം ഒന്നും. അമ്മേ, അപ്പം നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഗായ്സ്, അപ്പം വാവാറ്റിക്കും പൈങ്കിളിക്കും എനിക്ക് ജീൻസ് കണ്ടപ്പോഴേക്ക് അസൂയ കയറിയിട്ട് അവർക്ക് ജീൻസ് വേണമെന്നുണ്ട് ഒരേ ഷർട്ടിലും. അങ്ങനെ പൈങ്കിളി രണ്ട് ജീൻസ് എടുക്കാൻ പോവാണ്. അങ്ങനെ എടുത്തു. ഒരു പച്ച കളർ എഴുതും. സന്തോഷമായിരുന്നു നിങ്ങൾ ഇതെടുത്തപ്പം. നോക്കട്ടെ, ബ്ലൂ ആണ് വാവാറ്റത്. അപ്പൊ നമുക്ക് നോക്കാം അവരേതാ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഗായ്സ്, അപ്പം നമ്മുടെ പങ്കൻ ആ ജീൻസ് ഫിക്സ് ചെയ്തു. നമ്മുടെ വാവാറ്റിക്ക് ജീൻസ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേറെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞിരിക്കുവാണ്. അമ്മ ഇവിടെ വെറുതെ ഉടുപ്പൊക്കെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ എടുക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ജീൻസ് ഫിക്സ് ചെയ്യാം. അമ്മ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കുമോ നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്തൊക്കെ സാധനങ്ങളൊക്കെ ചാടുന്നുണ്ട്. അമ്മ എടുക്കുന്നുണ്ടോ? കണ്ടോ ഗായ്സ്, നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പോകുന്ന കാഴ്ചയാണ്. പങ്കൻ ജീൻസ് എടുത്ത സന്തോഷത്തിലാണ് ഗായ്സ്. ഒന്നും പറയണ്ട. സന്തോഷമായോ? ഹലോ, കേൾക്കത്തില്ല ഗായ്സ്. ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി വാവാരിക്ക് ജീൻസ് എടുക്കുന്നേ. വേണ്ട, വാ പോവാം. മിൽമയോ? വേണ്ട, വാ. മിൽമയല്ലേ? മിൽമ കുഴപ്പമില്ല, വാ. മിൽമപ്പാൽ നല്ലതാടാ. ശരി, ആയിക്കോട്ടെ, പിന്നെ കുടിക്കാം. പാല് കണ്ടപ്പോഴേക്ക് ഓടുക. എന്താടാ ക്ഷീണിച്ചു. എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാമെന്ന ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, നമ്മുടെ കാഞ്ഞിരണ്ട് ഷോപ്പിൽ. അപ്പം നോക്കും വാവാറ്റ ഉപ്പിട്ട് നോക്കും ഗായ്സ്. അപ്പം നോക്കും വാവാറ്റ രണ്ട് ജീൻസ് എടുത്തിട്ട് ഇടാൻ പോകുന്നുണ്ട്. ഓഹോ, കോവിഡ് ബോൾസ് ഇടേ. അതല്ലേ അടിപൊളി. ആ, നമ്മുടെ അമ്മയോട് ചോദിച്ചു നോക്കാം. സന്തോഷം വന്ന് ഇവിടെ പാട്ട് പോലെ വരുന്ന പറപ്പ് പോലെ ഉണ്ട്. പക്ഷി 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 എനിക്ക് നോക്ക്. എന്റെ മോനെ, എന്റെ നെഞ്ചത്താ ജീൻസ് കിടക്കുന്നത്. പക്ഷെ ഇത് ഒരു കാര്യം പറയട്ടെ, നോക്ക്. സാധനമല്ല വയസ്സ് ഇവിടെ മുറിക്കേണ്ടി വരും. തയ്ക്കണ്ടല്ലോ. ഇതാണ് എന്റെ സ്നാപ്ചാറ്റിലെ ഇത് വാട്ടർ. നേരത്തെ ഒന്നും പറയട്ടെ, അടിപൊളി കിണ്ണം കാച്ചി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടെ വന്ന വള ജീൻസ് കിട്ടും. തപ്പേണ്ട ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ കട തന്നെ പോയിട്ട് ഗായ്സ് കണ്ടോ, അഡ്വഞ്ചർ റൈഡിൽ കയറി 3 കാഴ്ചകൾ നടന്നു വരുന്നത്. നല്ല രസമായിരിക്കും. ഇത് എന്നാ കൂറ്റൻ കയറ്റമാണ് ഗൈസ്. ഞങ്ങൾ റൈഡിൽ കയറാൻ വന്നയാ. അയ്യേ, നാളെ അയ്യോ ഇല്ലെന്നതിനാ പോന്നെ. ATM ബാലസ്കോ. ഗായ്സ്, അപ്പം നമ്മൾ തിരക്കിട്ട് ബസ് കയറാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സ്കൂൾ വിട്ട് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പിള്ളേരും റഷും കാര്യങ്ങളും ഫുള്ളുണ്ട് കേട്ടോ. നീ വെട്ടു ശരിയാണല്ലോ ഗായ്സ്. ഇപ്പം നമ്മൾ മോസ്റ്റ് എടുത്ത് വീട്ടിലേക്ക് പോവാണ്. ശരി, എന്തും ചേർന്നുണ്ട് ബസ് കയറാൻ പോകാം. ഗായ്സേ, പഴയ സ്റ്റാൻഡ് ഞങ്ങൾ വരരുതെന്ന് ഓർത്തേ, പക്ഷെ പഴയ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ എത്തി. ദൈവമേ, ഇങ്ങോട്ട് ദൈവമേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് സൈഡിൽ മഴ പെയ്യുന്നുണ്ട് പെങ്കിളി. ഞങ്ങൾ ഞങ്ങളുടെ ബസ് അപ്പടെ കഴിച്ചുണ്ടോ. ഇവിടെ ഇഷ്ടം പോലെ ബസ്സുണ്ട്.
ഞങ്ങളിവിടെ ഇവിടെ നിന്ന് സൈഡായിട്ട് നിൽക്കട്ടെ ഗൈസ്. പോവാന്നാ ഇങ്ങോട്ട് വിളിച്ചൊന്ന് പോവാം. ഇവിടെ എന്തിനെ വിളിക്കുന്നു? നടന്നാൽ നമ്മൾ നേരം വെളുക്കും എത്തുമ്പോൾ സന്ധ്യ വിളിക്കുന്നു. ഇപ്പൊ മഴയും വരുന്നുണ്ട്, എന്താ ചെയ്യാ ഗൈസ്? നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പോവാ. നമുക്ക് പോവാന്നാ? ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് വന്നേ. ഭയങ്കര സീൻ ഫാൻസി എൻ്റെ ബോഡിൻ്റെ സ്റ്റൈൽ. ഗൈസ് നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് വേഗം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ് പറഞ്ഞത്. കാരണം നമ്മൾ ക്യാമറ പിടിക്കുന്നതിൽ ബാക്കിയുള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അമ്മ നമ്മളെന്താ ചെയ്യുന്നത്? അയ്യോ മഴ പെയ്തു. അയ്യോ ഇന്ന് പോകാൻ പറ്റുമോ അത്രയും ദൂരം? ശരിയാടാ, ഭയങ്കര തിരക്കാലോ. എന്താ ചെയ്യാ? കൽപ്പറ്റാന്ന് പറഞ്ഞ് കേറാം. ഞങ്ങളങ്ങനെ ബസ് ഇതിന് പോവാമേ. കണ്ടോട്ടെ. ഇപ്പൊ നിങ്ങൾ കണ്ടോട്ടെ സംഭവിക്കാൻ പോയത്. ഭയങ്കരക്ക് നല്ല അനുഭവങ്ങളുള്ളതുകൊണ്ട് ഗൈസ് മോസ്റ്റാണ്. കേറണോ? എനിക്കറിയില്ല ഗൈസ്, എല്ലാവരും തലയ്ക്ക് ഭ്രാന്താണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ബസ് ഫുള്ളാവുന്നുണ്ട്. എന്തായാലും സ്കൂളും കൂടി കിട്ടുമെന്ന് ഇവിടെ പറയാനുണ്ട്. എന്താ ചെയ്യുന്നത്? ബസ്സിൽ കയറുന്നുണ്ടോ? എൻ്റെ മമ്മ നമ്മൾ നിന്ന് പോകേണ്ടി വരുമല്ലോ. എന്താ ചെയ്യാമേ? എന്താ ചെയ്യാ? എന്താടാ പൊട്ടനാണോ? എനിക്കറിയില്ല. അമ്മ ഒന്ന് വന്നേ അമ്മേ. ഓട്ടോ വിളിച്ച് പോയാൽ മതി. നമ്മളിങ്ങനെ എന്നിട്ട് വട്ടം തിരില്ല. നമുക്കിങ്ങനെ ദൈവമേ ഒന്നും പറയണ്ട. എങ്ങനെയൊക്കെ ഒരു റഷീന് ഈ മമ്മ പൊട്ടൻ്റെ ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പൊട്ടനൊന്നും അറിയാം ബസ്സിൽ കയറാം, പിന്നെ പറയും ഇറങ്ങാം, പിന്നെ പറയും പോവാൻ. പക്ഷെ പിള്ളേര് അമ്മ ഇവിടെ ഭയങ്കര വലിയൊരു വർഷം പാടിച്ച് ഞാനിവിടെ എന്ത് ആരോട് വേദം മമ്മ പോത്ത് തന്നെ ഇതിലേക്ക് ഭയങ്കര കിടന്നില്ല. നിങ്ങൾ പറയുന്ന കേക്ക് പോകണ്ട. പക്ഷെ മമ്മ ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഓർത്ത് എന്താണെന്നറിയോ? ഇല്ല, സീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നിന്ന് പോകാനാണ് ഞാൻ ഓർത്തത്. അതോർത്തിട്ട് ഞാൻ കയറാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങനെയല്ല ഓർത്തത്. പക്ഷെ പങ്കം പറഞ്ഞത് ശരിയാ. അതെ, എന്തെങ്കിലും മനസ്സിലായോ? അതായത് സീറ്റ് നിന്ന് പോകാലോ, വേഗം എത്തുമല്ലോ ഓർത്തിട്ട് കയറാന്നാണ് ഞാൻ ഓർത്തത്. മനസ്സിലായി. ഞാനും കുറേ ഓർത്തിങ്ങനെ കയറിയതാ. അതാണ് ഇത് നമ്മളിപ്പോ പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ബസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരെ വഹിച്ചോണ്ടാണ് വരുന്നത്. പൊട്ടനാണ്. പക്ഷെ നമ്മൾ കുറെ നടക്കാനുണ്ട്. അതന്നെ ഇപ്പൊ ഇരുന്നു. അത് തന്നെ വലിയ സമാധാനം. എനിക്കാണെങ്കിൽ രണ്ട് കാലും പുറത്തിറങ്ങുമ്പോഴാണ് ഇതൊക്കെ കുഞ്ഞുവട്ടാണ്. ഇതിലൊപ്പം വലിയ വട്ടുണ്ട്. മനുഷ്യന്റെ കാലിൻ്റെ കൂടി തകർന്നു പോകുന്ന വേദന എനിക്ക് ഭയങ്കര. അതല്ലേ ഒന്ന് ഓർത്തോക്കെ നമ്മളപ്പോൾ അതെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇനി മഴ പെയ്യും, അതാണ് മോസ്റ്റ്. അതന്നെ ഫാൻസിന്റെ ശല്യം കാരണം നിൽക്കാൻ പറ്റുന്നില്ല മമ്മേ. ക്യാമറ എന്ന് പറഞ്ഞ് ഓടുവാ. അതിനിടയ്ക്ക് കുറച്ച് പിള്ളേർ നമ്മളോട് മിണ്ടി. അയ്യോ എനിക്കറിയില്ല. അത് തന്നെ മോസ്റ്റ്. ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഞാനില്ലട്ടോ പുറത്തേക്ക്. എനിക്ക് സമയത്ത് തന്നെ സ്കൂള് പണ്ടാറില്ല. അത് ഇഷ്ടമായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്കെന്തോ ക്രിഞ്ചാണ്. എനിക്കറിയില്ല, എന്തോ ഒരു ക്രിഞ്ച്. കാരണം നമ്മൾ ഭയങ്കര ക്ഷീണിച്ചു കഴിച്ചേ. നമ്മൾ ഫ്രഷ് ലുക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര ക്ഷീണിച്ചോടെ കാണുമ്പോൾ ഭയങ്കര നമുക്കൊരു വീക്ക്നെസ് അത്ര തന്നെ. ഇപ്പോൾ അതേ മഴയെ തുള്ളി സമാപ്തം. കാലമാടാ ഉണ്ട്. ഞാൻ തീർന്നട. ഇതൊക്കെ എത്രാമത്തേന്ന് പറയൂ? അറിയില്ല. ദൈവമേ എനിക്കറിയില്ല. വട്ടന്നെ വട്ട്. പങ്കം ഗൈസ്. ഞങ്ങൾ സീറ്റ് നോക്കട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നേ മമ്മേ. കാലമാടം മനുഷ്യരെ നടത്താൻ വേണ്ടിട്ട്. എടാ സ്ത്രീകളുണ്ട് മുമ്പിൽ, മനസ്സിലായോ? ഇത് സ്ത്രീകളല്ലേ? ഇത് ആരുമല്ല. ഞങ്ങളിവിടെ സ്ത്രീകളുണ്ടമ്മ. ഇവിടെ 2 സ്ത്രീകളുണ്ട്. ഇവിടെ പുരുഷന്മാരും ഒന്ന് നമ്മൾ എഴുന്നേക്കേണ്ടി വരും. അയ്യോ തല പൊട്ടിച്ചു. കൊല്ലടാ കൊല്ല്. എടാ ഭയങ്കര നമ്മൾ ബസ്സിലേക്ക് സമയത്ത് കുറെ പേര് ഇങ്ങനെ ഒന്നും കാണിക്കുന്നുണ്ട്. ഇത് സ്ത്രീ കണ്ടോ? ഇപ്പൊ അവിടെ നിന്ന് കയറിയായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും നിന്ന് ചത്തേനെ മനുഷ്യൻ.
അങ്ങനെ നമ്മളിതേ ആ ഓട്ടോ തന്നെ എടുത്തു കൊടുത്തിട്ട് ഓടി. 1 രൂപ തന്നെ കൊടുത്തേ, മുമ്പിൽ 30 ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ദൈവമേ, എനിക്കറിയാം ഇനി ഈ ബസ് നമ്മൾ നേരത്തെ പോയി സ്റ്റാൻഡിലേക്ക് ചെല്ലും, എന്നിട്ട് അവിടെ ഉള്ളവരെ എല്ലാവരെയും വഹിക്കും അല്ലേ അമ്മേ? അപ്പൊ ഇവിടുന്ന് കയറുന്നില്ലേ നല്ലത്, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് നടക്കണം, അതാണ് ഒരു കഷ്ടപ്പാട്. അതാണ് അവിടുത്തെ ബസ് കയറുന്നതിന്റെ ഒരു ഇത്. നിന്ന് പോയാൽ മതിയായിരുന്നു. കാലൊടിയണ്ടേ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തരാം. ചുണ്ട് വെട്ടുക. സ്കൂൾ വിട്ടുകൊണ്ട് 8 മണിയായി പോയത് അമ്മേ. പൈങ്കിളി, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? നിന്റെ സ്കൂൾ സ്കൂള് നമ്മളോട് നീ ബസ്സിലെടുത്ത് എന്താ പൊക്കോടാ കൽപ്പറ്റയ്ക്ക്? എടാ കൽപ്പറ്റയ്ക്ക് പോകണ്ടേ, കൽപ്പറ്റയ്ക്ക് പോകണ്ടേ, പൊക്കോ ഈ വഴിക്ക്. അങ്ങനെ പൈസ എടുക്കാം. നമ്മൾ നേരത്തെ കിടന്ന് വട്ട് കളിച്ച സ്ഥലം കഴിച്ച് അവിടെ നമ്മളിപ്പോൾ എത്തി വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ ഈ ബസ് എല്ലാ ബസ്സും ഈ സ്റ്റാൻഡിലേക്ക് പോകുന്ന പോലെ KSRTC മറ്റേ ഏതോ ഒരു ബസ് ഇങ്ങോട്ട് വരില്ലല്ലോ. ഏത് ബസ്സാണേ? KSRTC അധികം വരില്ല. KSRTC അധികം വരില്ല, പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലായിട്ടും വരിക. വരും കാണോ, KSRTCകൾ വരും. അത് നമ്മുടെ അങ്ങ് ദൂരെ ഈ ഫാസ്റ്റ് ബസ്സില്ലേ, സൂപ്പർ ഫാസ്റ്റ് ബസ്, അതൊന്നും ദൂരെ വരില്ല കേട്ടോ. നമ്മൾ ആ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വീണ്ടും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് അറിയത്തില്ലേ, ഭയങ്കര റഷാണ് ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ. പ്രത്യേകിച്ച് സ്കൂൾ വിടുന്ന സമയമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പോവാം ഗായ്സ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടുന്ന് വാങ്ങാൻ നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ കട തുറന്നിട്ടില്ല. എന്തൊരു ഭാഗ്യമല്ലേ അമ്മേ? അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ഭാഗ്യം കൂടുതലാണ് ഗായ്സ്. അപ്പം ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ റേഷൻ കടയിലാണ് എപ്പോഴും സാധനം വാങ്ങാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നോക്കും മോസ്റ്റ് ടയേർഡായി ഞാൻ. മടുത്തു ഗായ്സേ. അപ്പം നമ്മളിനി മോസ്റ്റ് ആയിട്ട് റേഷൻ കടയിലേക്ക് പോവാണ് കേട്ടോ. ഇതേ അവിടെയാണ് നമ്മുടെ റേഷൻ കട കാണുന്നത്. ഈ പൊട്ടന്മാർ 2 വരുന്നുണ്ട്. അപ്പം നമുക്ക് റേഷൻ കടയിലേക്ക് നടക്കാം കേട്ടോ. അപ്പം നമ്മളെല്ലാ മാസവും റേഷൻ കടയിൽ നമ്മളൊരു സെൻട്രൽ പോർഷൻ ആകുമ്പോഴായിരുന്നു വാങ്ങുന്നത്. പിന്നെ നമുക്ക് റേഷൻ കടയിലേക്ക് തന്നെ വന്ന് വാങ്ങലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ പുറത്തെപ്പോഴും വന്ന് നമ്മൾ മടുക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് ഏത് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങാമല്ലോ. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം നമ്മൾ ലേറ്റായിപ്പോയി. അല്ലാത്തപ്പോൾ നമ്മൾ സെൻറ്റർ ആകുമ്പോഴാണ് വരിക. ലാസ്റ്റ് വരുമ്പോഴും അത് തന്നെ അവസ്ഥയായിരിക്കും കേട്ടോ. റേഷൻ കട എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റേഷൻ കട. കണ്ടോ നമുക്കൊന്ന് റേഷൻ വാങ്ങാം ഗൈസ്. ചേച്ചിയൊക്കെ കിടത്തി വേറൊരു ചേച്ചി കാണാം. ചേച്ചിയൊന്നും ഇപ്പോൾ കാണുന്നില്ല ഗൈസ്, അറിയത്തില്ല. കണ്ടോ ഇവിടെ കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വേണേൽ വെള്ളമൊക്കെ കുടിക്കാം. ഇതൊരു ബസ്സൊക്കെ പോകുന്നുണ്ട്. പുൽപ്പള്ളിയിലേക്കുള്ള ബസ്സാണ് ഗൈസ്. പുൽപ്പള്ളി നമ്മളിപ്പോൾ ഒന്ന് ബസ്സാണത് ഇല്ലല്ലോ. കാര്യമ്പാടി കഴിഞ്ഞിട്ടുണ്ടായില്ലേ? കാര്യമ്പാടി ഗൈസ് കണ്ണാശുപത്രി മോസ്റ്റാണ് കേട്ടോ. ഇവിടെ ചിലരൊക്കെ വായം വിളിച്ചിരിപ്പുണ്ട്. ഹലോ എൻ്റെ ക്യാമറ ഇപ്പോൾ ഡെഡാവാൻ സമയം ഗൈസ്. ഞാനിവിടെ ഇരിക്കട്ടെ. എന്നാലും ഇവിടെ വെള്ളം ഉണ്ടോ എന്നറിയില്ല, ചെളിയാവുമെന്നറിയില്ല ജീൻസിൽ. മടുത്ത് ഗൈസ്, മടുത്തുന്നല്ല ബസ്സിലിരുന്നിട്ട് ഞാൻ എൻ്റെ ഗൈസേ ഒന്നും പറയണ്ട. എന്താ അവസ്ഥ അറിയോ, ഉറങ്ങലോ. അത് എനിക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയത്, നമ്മുടെ ഡ്രൈവർ സീറ്റിന് തൊട്ട് ബാക്കിൽ. ഞാൻ ചെന്ന പാടെ ഞാൻ ഇരിക്കും. ഇതിനകത്തുണ്ടോ നോക്ക്, വാ. 1 മിനിറ്റ് കേട്ടോ ഗായ്സ്, പൈസ കൊടുക്കട്ടെ. എൻ്റെ ഗായ്സ് ഒന്നും പറയണ്ട, ഞാൻ കണ്ണടയ്ക്കും പിന്നെ കണ്ണുറക്കും. എൻ്റെ അടുത്തൊരു ചേച്ചി ഇരുന്നേ. ആ ചേച്ചിയാണെങ്കിൽ കയറിയപ്പോൾ മുതൽ വേഗം പിടിച്ചിരിക്കുക. എന്താണെന്നറിയോ, ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചിലരില്ലേ നമ്മുടെ ക്ലാസ്സിലുള്ളേ അങ്ങനെ ഓരോരുത്തർ വേഗം പിടിച്ചിരിക്കുന്നവർ. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട എൻ്റെ ഗായ്സേ. ഞാൻ എന്നിട്ട് കണ്ണടയ്ക്കും തുറക്കും. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഞാൻ കണ്ണുറക്കും. കാരണം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞ് പോയി പണിയിട്ടില്ലേ. ഇത് തന്നെയായിരുന്നു പരിപാടി. എൻ്റെ ദൈവമേ, അങ്ങനെ എങ്ങനെയൊക്കെയോ ഉറക്കം കടിച്ച് പിടിച്ച് നമ്മുടെ സ്ഥലം എത്തിച്ച് നമ്മുടെ സ്ഥലം എത്തിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അയ്യോ എന്ന് ആയിപ്പോയി. ഇല്ലേ അങ്ങനെയല്ലേ, ഒരു ഉള്ളിൽ നിന്ന് ഒരു വേർപ്പൊക്കെ വരും ഗൈസ്. ഉള്ളിൽ നിന്നൊരു വേർപ്പൊക്കെ വരും കേട്ടോ. എല്ലാവരും നിങ്ങൾ ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ ഉറക്കം വന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ അമ്മ ഞാനൊക്കെ എനിക്കറിയില്ല, അത്രയ്ക്ക് ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ചെയ്യണം.
വീട് ചെന്ന് അവിടെ ഫ്ലാറ്റ് ആവും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ബാക്ക് ഫുള്ള് ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ പായലുണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു നനവുണ്ട്. ഇന്ന് നമ്മൾ പോയപ്പോൾ മഴ പെയ്തില്ല, ഇങ്ങോട്ടേക്ക് മഴ പെയ്തെന്ന് തോന്നുന്നു. പക്ഷേ റോഡൊക്കെ ഫുള്ള് ഇതേ ഉണങ്ങിയാണ് ഗൈസ് കിടക്കുന്നത്. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ഉറക്കക്ഷീണം മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് മോസ്റ്റ് ആയിരുന്നു. വീഴാത്ത ഭാഗ്യം. ബസ്സൊക്കെ വളയുമ്പോൾ ഞങ്ങൾക്ക് ചേച്ചീൻ്റെ മേത്തേക്ക് എങ്ങാനും ഞാൻ വീഴുമോ. എൻ്റെ അടുത്തുനിന്നൊരു ചേച്ചി ഇവിടെ അടുത്ത് തോന്നായിരുന്നു. എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു മടിയിലൊന്നും കയറുന്നില്ല. എന്നിട്ട് ആ ചേച്ചീൻ്റെ അടുത്തേക്ക് ഞാൻ തല എങ്ങനെ ചായാൻ പോയി ഞാൻ പെട്ടെന്ന് നിന്നിട്ടു. ഒന്നും പറയണ്ട, മോസ്റ്റ് അവസ്ഥയായിരുന്നു എൻ്റെ ഗായ്സേ. അപ്പോൾ അവർ റേഷൻ വാങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? പനക്കോല ഉണ്ട്, വേറെ ഒന്നുമില്ല പറയാം. ഇതിന് ഇടിക്കുവാണല്ലോ. ഇതിന് ഇടിച്ചിടുക ഗൈസ്. അമ്മേ മോസ്റ്റ് ടയേർഡായി. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ എങ്കിലും എനിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ, 6 മണിയാവാനാണ് ഞാൻ തോന്നുന്ന സമയം കേട്ടോ. അപ്പം നമുക്കിനി പോകാനുള്ള പരിപാടി നോക്കാം ഗൈസ്. അടിപൊളി. ഇപ്പോൾ നമ്മുടെ അരിയും സാധനങ്ങളെല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോകാം. ഗായ്സ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കണ്ടിട്ടുണ്ട്. വന്ന പാടെ എൻ്റെ ബർത്ത്ഡേനെ കുറച്ച് മിഠായി ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്തങ്ങ് വന്നു. അപ്പോൾ നമ്മൾ അരിയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് അടുക്കള വെച്ചു കണ്ടോ. നമ്മുടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ടീൻ സന്ധ്യാമ്മൊക്കെ ചൊല്ലട്ടെ, ഡ്രസ്സ് മാറണം, ഫ്രഷ് ആവണം, കുറേ പരിപാടികളുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക സൂപ്പർ വീഡിയോ കാണാൻ കഴിച്ചപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അവരടുക്കളയിലുണ്ട് അപ്പോൾ കേട്ടോ.